ആ വാക്കുകൾ കൂടി ഒന്ന് കേട്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. 5 വർഷത്തിൽ കൂടുതൽ ആ നിയോമുളർ എന്ന് പറയുന്ന പാസ്റ്റർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിലിൽ കിടന്നപ്പോഴാണ് നിയോമുളർക്ക് ബോധോദയം ഉണ്ടായത്. അതുവരെ ആര് നല്ലതായിരുന്നു? ഹിറ്റ്ലർ നല്ലവനായിരുന്നു. ഏതാണ്ട് പാംപ്ലാനി പിതാവെല്ലാം നിയോമുളറുടെ അവസ്ഥയിലേക്ക് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടർ. ചില പിതാക്കന്മാർ ഇപ്പോ RSSന് കൊള്ളുത്തുണർത്തുകയാണ്. ആണോ ഉണ്ടോ? എടാ മുതുകാളെ നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? DYFIയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ് പറയുന്നതൊക്കെ അത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം ഈ നിയോ മിള്ളറുടെ കാര്യം പറയുന്ന സനോജ്, നിയോ മിള്ളർ ജീവിച്ചിരുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ? വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാച്ചി. അല്ലെങ്കിൽ ഹിറ്റ്ലറിനെ പറ്റി അദ്ദേഹത്തിന് എന്തുമാത്രം ആധികാരികമായിട്ടുള്ള അറിവുണ്ട്? അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാണ് നാരായണ താൻ അഭിപ്രായം പറയാൻ പോകുന്നത്? ഈ ഹിറ്റ്ലർ ജീവിച്ചിരുന്ന ജർമ്മനിയിൽ അവിടെ നാസി തടങ്കൽ പാളയത്തിൽ പോയി എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. എന്താ ഉറക്കം വരുന്നു. 15 വർഷം അവിടെ ജീവിച്ച ആളാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാൻ സാധിക്കും, അവിടെയുള്ള കത്തോലിക്ക സഭ ആരംഭം മുതൽ ഈ ഹിറ്റ്ലറുടെ പ്രവർത്തികളെ എതിർത്തിരുന്ന ഒരു സഭയാണ്. അതൊന്നും മനസ്സിലാക്കാതെ ഒരു നിയോ മിള്ളറുടെ പേര് പറഞ്ഞ് ഇവിടെയുള്ള എല്ലാവരെയും അങ്ങോട്ട് വിഡ്ഢികളാക്കാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ അദ്ദേഹത്തിൻ്റെ പാപ്പരത്വം എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 എല്ലാവർക്കും പറ്റേ. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നുണേ പറയൂ. അതുമാത്രമല്ല, ഈ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് ഞങ്ങൾ അത്ര കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല ഈ വിഷയത്തിൽ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയൊന്നും ഞങ്ങൾ വിലക്കെടുക്കാഞ്ഞത്.